അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിട്ടുള്ള വി രാജേഷിനെ നമ്മുടെ CPM-ൻ്റെ ഗുണ്ട കൗൺസിലർമാരെല്ലാം കൂടെ ചേർന്ന് ആക്രമിച്ച്. അപ്പോൾ നിങ്ങൾ പറയും ഗുണ്ട കൗൺസിലർമാർ, എടാ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചില CPM-കാർക്ക് തോന്നും. അങ്ങനെ തോന്നുക എന്നുള്ളത് മാത്രമല്ല, ഇങ്ങനെ തോന്നിക്കഴിഞ്ഞ ശേഷം അപ്പോൾ ഇവനൊരു സംഖ്യയാണ്. കാരണം CPM-കാരെ അവൻ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്തിട്ട് അവർ ഗുണ്ടകൾ, BJP-യിലുള്ള ആൾക്കാർ മൊത്തം പുണ്യാളന്മാർ എന്നൊക്കെ ഇവൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ല. അല്ല, ഞാൻ ഗുണ്ട കൗൺസിലർമാരെന്ന് ഉപയോഗിച്ചത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാഹനം തല്ലി തകർത്തത് ആരാണ്? CPM-ൻ്റെ മുൻ കൗൺസിലർമാരൊക്കെ ആയിരുന്ന ആൾക്കാരൊക്കെയാണ്. നമ്മുടെ IP ബിനു, പിന്നെ നമ്മുടെ ആറ്റുകാലുണ്ണി, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചേർന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, നമ്മുടെ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ ആ ഒരു പവറുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാഹനമാണ് ആക്രമിച്ചത്. അതിനകത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൗൺസിലർമാരല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതായത് എന്തിനും പോകുന്ന, ആരുടെയും പല്ലടിച്ച് കുഴിക്കാൻ കെൽപ്പുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലർമാരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ മേയർ ആക്രമിച്ചു. മേയർ ആശുപത്രിയിലായ ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഇപ്പോൾ UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്കെതിരെ അവിശ്വാസം കൊണ്ടുവരാൻ പോവുകയാണ്, അവിശ്വാസ പ്രമേയം. ആ അവിശ്വാസ പ്രമേയത്തിൽ BJP-യെ വീഴ്ത്തണം. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. 45 കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് CPM എന്ന് പറയുന്ന, LDF എന്ന് പറയുന്ന മുന്നണിയും CPM എന്ന് പറയുന്ന പാർട്ടി, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഭരിച്ചത്. അവർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴില്ലാത്ത ഒരു ആശ്വാസം ഇപ്പോൾ പൊതുജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു വസ്തുതയാണ്. പോരാത്തതിന് ഈ 45 കൊല്ലവും ഇവരനുഭവിച്ചു കൊണ്ടിരുന്ന പല സുഖഭോഗങ്ങളുമുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. CPM-കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന അത് മേയർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മേയറുടെ ഒരു ബൈറ്റിൽ മേയർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പാളയം മാർക്കറ്റ് അത് CPM-കാരുടെ ഒരു അക്ഷയ ഖനിയായിരുന്നു എന്നുള്ളതാണ്. അതായത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടി എന്ന് പറയുന്ന ഇവന്മാർ തൊഴിലാളികളുടെ രക്തം കുടിച്ചാണ് ജീവിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഈ തൊഴിലാളികളുടെ രക്തം കുടിച്ച് ഇവർ ജീവിക്കുന്നു എന്ന് പറയാനുള്ളൊരു കാരണം നമുക്കറിയാമല്ലോ. ഇതൊരു അഴുക്കുമുട്ട പ്രസ്ഥാനമാണ്. ഇതിൻ്റെ ആശയം തന്നെ പണക്കാരനിൽ നിന്നെടുത്ത് പാവപ്പെട്ടവന് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പാവപ്പെട്ടവനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതല്ല. പാവപ്പെട്ടവ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കഞ്ഞൂടി നടക്കൂ. കാരണം നമ്മുടെ ആശയം ഇതാണല്ലോ. അങ്ങനെയുള്ളൊരു ആശയമുള്ളത് കൊണ്ട് പാവപ്പെട്ടവനെ നമ്മൾ നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ സൃഷ്ടിച്ച് ആരെങ്കിലും പണക്കാരാവാൻ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ്റെ ഫാക്ടറിയുടെ മുമ്പിൽ കൊണ്ട് കൊടി കുത്തണം, അവനെ തൂങ്ങിച്ചാവട്ടെ, അവൻ്റെ ഭാര്യയൊക്കെ നടുറോടി കിടന്ന് തെണ്ടട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഇതൊക്കെ നമുക്ക് നേരെ വരുമ്പോഴുണ്ടല്ലോ, അതായത് നമ്മുടെ പാർട്ടിക്ക് നേരെ വരുമ്പോൾ നമ്മൾ മറ്റേ കാർഡ് എടുക്കും. മനുഷ്യത്വം, ദയ, കരുണ, ഈ നാടിൻ്റെ പ്രശ്നമാണ്. ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനമാണ്, ഈ നാടിൻ്റെ പ്രശ്നമാണ്. ഇവനൊക്കെ ഏത് നാട്? അതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. ഈ നാടിനെ മുടിപ്പിക്കുന്നവർക്ക് ഏത് നാട് എന്നുള്ളൊരു ചോദ്യമാണ്. ഈ നാടിനെ ഇങ്ങനെ മുടിപ്പിച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മേയർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, CPM-ന് ഈ പാളയം മാർക്കറ്റ് അവരുടെ ഒരു അക്ഷയ ഖനിയായിരുന്നു. കോർപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന തുക 25 രൂപയാണ് അവിടെ ഒരു മീൻ കച്ചവടക്കാരിയായിട്ടുള്ളൊരു സ്ത്രീക്ക് മീൻ വിൽക്കാനായിട്ട്. പക്ഷേ ഇവന്മാർ 500 രൂപ പിടിച്ച് വാങ്ങിക്കും അവരുടെ കയ്യിൽ നിന്ന്. 500 രൂപ ഒരു ദിവസം ഇവർക്ക് കൊടുത്താൽ മാത്രമേ, അതായത് ഗുണ്ടാപ്പിരിവ് കൊടുത്താൽ മാത്രമേ അവിടെ അവർക്ക് മീൻ വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം ആലോചിച്ചു, 500 രൂപ വെച്ച് ഒരു മീൻ വിൽക്കുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് 10 ദിവസം വാങ്ങിച്ചാൽ 5000 രൂപ, 20 ദിവസം വാങ്ങിച്ചു കഴിഞ്ഞാൽ 10000 രൂപ, 30 ദിവസം ആകുമ്പോൾ 15000 രൂപ. അതായത് ഒരു മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ 15000 രൂപയാണ്. അങ്ങനെ എത്രയോ കണക്കിന് 100 കണക്കിന് സ്ത്രീകൾ അവിടെ വന്ന് മീൻ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മാസം ഇവരുടെ കയ്യിലേക്ക് എത്തുന്നത്. പിന്നെ ഇവരുടെ സിൽപ്പന്തികൾ അതിനകത്തുണ്ട്, അവന്മാർക്ക് കടമറിച്ചു കൊടുത്തുള്ള പൈസ. അങ്ങനെ പാളയം മാർക്കറ്റ് ഒരു അക്ഷയ ഖനിയായിരുന്നു CPM-ന് എന്ന് പറയുന്നത്. ആ ഒരു സ്ത്രീ ഈ 500 രൂപ കൊടുക്കാത്തത് കൊണ്ട് ആ സ്ത്രീയുടെ 2000 രൂപ വരുന്ന ഒരു നെമ്മീൻ അവന്മാർ എടുത്തുകൊണ്ട് പോയി എന്ന് ഒരു പരാതി മേയർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഈ ബൾബ്, കോർപ്പറേഷൻ്റെ അവിടെ ബൾബ് ഇടുമല്ലോ, ഈ ബൾബ് ഇട്ടിട്ടൊക്കെയാണല്ലോ മീനൊക്കെ വിൽക്കുന്നത്. ഈ പൈസ കൊടുത്തില്ലെങ്കിൽ ഇവർ ഈ ബൾബൊക്കെ ഊരിക്കൊണ്ട് പോകും എന്നുള്ളതാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ എല്ലാം ഏകീകരിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാനുള്ള പൈസ കോർപ്പറേഷൻ്റെ തന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ നമുക്ക് വട്ടായി പോകും. അത് സത്യമാണ്. അത് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, LDF-നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം LDF-നെ താങ്ങുന്ന ഒരുപാട് മൂട് താങ്ങികൾ ഇവിടെ ഉണ്ട് താനും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഉള്ളത് കൊണ്ടും ഇനിയും നമുക്ക് ഭരണത്തിൽ വന്ന് നാട് മുടിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടും അവരൊരു പ്രത്യാശ വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വേണമെങ്കിൽ ഇനി വരാം. അപ്പോൾ അങ്ങനെ വരാനിരിക്കുമ്പോഴാണ് നമ്മുടെ മേയർ വന്നിട്ട് ഈ ഒരു അവരുടെ ഈ അക്ഷയ ഖനികളൊക്കെ അടച്ചുപൂട്ടുന്നത്. പോരാത്തതിന് കഴിഞ്ഞ 5 വർഷത്തിൽ വലിയ അഴിമതികളാണ് കോർപ്പറേഷനിൽ നടന്നിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ വന്ന ശേഷം നമുക്കറിയാമല്ലോ, ആര്യ രാജേന്ദ്രൻ വെറും ഒരു മേയറൂട്ടിയായിരുന്നു, ഒരു ബൊമ്മയായിരുന്നു. അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് ഭരണം മൊത്തം ശിവൻകുട്ടിയും കടകംപള്ളിയൊക്കെ ചേർന്നാണ് നടത്തിയത്. ആര്യ രാജേന്ദ്രൻ നൂലിൽ കെട്ടിയിറക്കി ഒരു പാവയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ത് പ്രശ്നം വന്നാലും കഴിഞ്ഞ ദിവസം മേയർ അടിച്ചപ്പോൾ കടകംപള്ളിയാണ് ആദ്യം ഓടിയെത്തിയത്.
തൊട്ടപ്പുറത്ത് ഓടിയെത്തിയത് ശിവൻകുട്ടിയാണ്. ഇവർ രണ്ടുപേരുമാണ് ഓടിയെത്തുന്നത്. കാരണം ഇവർക്കെതിരെയാണ് ഇനി വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നീളാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി ഇവർ നടത്തിയിരിക്കുന്ന കൊടിയ അഴിമതികളൊക്കെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുറത്തു വരികയാണ്. അത് ഒരു ചാപ്റ്ററിലൊന്നും നിൽക്കില്ല, എങ്കിലും ഞാൻ എണ്ണിച്ചുട്ടപ്പം പോലെ കുറച്ച് അഴിമതികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അതിലും ഭേദം എന്താണ്, ഈ കോർപ്പറേഷൻ ഭരണം എങ്ങനെയെങ്കിലും തീർക്കുക, അല്ലെങ്കിൽ ഇത് അങ്ങ് താഴെ ഇറക്കുക കോർപ്പറേഷൻ ഭരണത്തെ. അപ്പോഴാണ് സുഗതൻ ഒരു കാപ്പ കേസ്, സുഗതൻ്റെ പേരിൽ ഒരു കാപ്പ കേസ് വന്നത്. സുഗതൻ്റെ പേരിൽ ഒരു കാപ്പ കേസ് എടുത്ത് സുഗതനെ എടുത്ത് അകത്തിടാം. സുഗതനെ എടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ ഈ സത്യപ്രതിജ്ഞാ ലംഘനം ഉണ്ടല്ലോ, ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കിയ സാധനം, ആ സംഭവം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ കോടതി കൊടുക്കാം. ഈ ദൃശ്യം സിനിമയിൽ നമ്മുടെ തോമസ് ബാസ്റ്റിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ പാട്ടിൽ തോമസ് ബാസ്റ്റിന് എങ്ങനെ ഈ ജോർജ് കുട്ടിയുടെ കുടുംബത്തെ കൊടുക്കണം എന്ന് പറയുമല്ലോ. അതായത് ജോർജ് കുട്ടി ഇത് സമ്മതിച്ച് കഴിഞ്ഞാൽ ആദ്യം അവ അകത്ത് പോട്ടെ, അത് കഴിഞ്ഞ് ഗൂഢാലോചന കേസിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പെണ്ണും പിള്ളയും ഈ ജോർജ് കുട്ടിയുടെ മോളായിട്ടുള്ള 5 മോളെ നമുക്ക് ചേർക്കാം. ആ ചെറിയ കുട്ടിയെ നമുക്ക് വിട്ടുകളയാം, അത് മൈനറാണ്, അതുകൊണ്ട് കോടതി നിൽക്കില്ല എന്ന് പറയുന്ന ഒരു കേസ് പോലെ ആദ്യം കാപ്പ കേസ് ചുമത്തി എന്ത് ചെയ്യാം, ഈ സുഗതനെ പിടിച്ച് അകത്താക്കാം. സുഗതനെ പിടിച്ച് അകത്താക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനു മുമ്പ് ഒരു സത്യപ്രതിജ്ഞ, ഒരു ലംഘനം അല്ലെങ്കിൽ ഇവരെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പറഞ്ഞൊരു കേസുമായിട്ട് കോടതിയിൽ പോവാം. അപ്പോൾ കോടതി എങ്ങനെ പോയി കഴിഞ്ഞാലും ഇവരെ സത്യപ്രതിജ്ഞ അസാധുവാക്കും. സത്യപ്രതിജ്ഞ അസാധുവാക്കുമ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. അപ്പം സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല. സുഗതൻ എവിടെയാണ്, സുഗതൻ അകത്താണ്. സുഗതൻ അകത്തായ സുഗതനെ പുറത്തിറങ്ങാൻ എന്ത് ചെയ്യരുത്, സമ്മതിക്കരുത്. ഇത് UDFും LDFും അറിഞ്ഞുകൊണ്ട് ചേർന്ന് നിന്ന് കളിക്കുന്ന ഒരു കളിയാണ്. കാരണം BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കിട്ടിയ കോർപ്പറേഷൻ, തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് കിട്ടിയ ഭരണം, ഇതിലവർ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പടർന്നു പന്തലിക്കും. അങ്ങനെ പടർന്നു പന്തലിച്ച് കഴിഞ്ഞാൽ വലിയ വിഷയമാണ്. ഇത് UDFിനും വിഷയമാണ്, LDFിനും വിഷയമാണ്. നമുക്കറിയാം ഈ BJPയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആരെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ, ശ്രീധരനെ പോലെ, നമ്മുടെ മെട്രോമാനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ വേറെ IPS IAS ഉദ്യോഗസ്ഥരൊക്കെ BJPക്കകത്ത് വന്ന് ചേരുമ്പോൾ ഇവരാദ്യം അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ ശ്രമിക്കും. കാരണം ഇതിനു വേണ്ടി അങ്ങനെ സംസാരിക്കേണ്ട, ഇതിനു വേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ട, കാരണം ഇത് വളരാൻ പാടില്ല. വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ എന്താവും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. അങ്ങനെ ഈ കോർപ്പറേഷനിൽ ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പറഞ്ഞ് കോടതി വിധി വരുന്നു. അപ്പോഴേക്കും സുഗതൻ അകത്ത് പോയി. സുഗതൻ അകത്ത് പോയി കഴിഞ്ഞ ശേഷം സുഗതൻ ഇപ്പോൾ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്യണം. അങ്ങനെ വീണ്ടും ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാക്കപ്പെടും. ഇപ്പം തന്നെ സുഗതനെ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞു. കാരണം സുഗതൻ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, ഒരു കൗൺസിൽ യോഗത്തിലേ പങ്കെടുത്തിട്ടുള്ളൂ. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ആ കൗൺസിലറെ അസാധുവാക്കാം. അതാണ് മുനിസിപ്പൽ ആക്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രചാരണം പെട്ടെന്ന് വന്നപ്പോൾ ഈ 2 കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിലല്ല 2 പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ BJPക്ക് ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സുഗതനെ വെച്ച് ഇത് എങ്ങനെയെങ്കിലും താഴോട്ടിറക്കാം എന്നുള്ളൊരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം അട്ടിമറിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായിട്ടുള്ള പവർ ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങളിപ്പോൾ കോർപ്പറേഷൻ ഭരണം താഴെ പോയാലും, അങ്ങനെ താഴെ പോകില്ല എന്നുള്ള 100% കോൺഫിഡൻസ് VV രാജേഷിനുണ്ടെങ്കിൽ പോലും, ഈ ഭരണം താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങളുടെ മുമ്പിലാണ് ഇവന്മാർ വോട്ട് ചോദിക്കാൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ തീരുമാനിക്കണം എന്തായിരിക്കണം കാര്യങ്ങൾ എന്നുള്ളത്. കാരണം ജനങ്ങൾ BJP ഇത്രയും നാൾ ഭരിച്ചത് ജനം കണ്ടതാണ്. ഒരു മേയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സംഭവം ഇവിടെയുള്ള ജനങ്ങൾ കണ്ടതാണ്. അത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. പിന്നെ ഇവന്മാർ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളുണ്ടല്ലോ, അതായത് തമ്പാനൂർ വെള്ളം പൊങ്ങുന്നു, അതായത് മേയർ വന്ന് 40ാമത്തെ ദിവസം തമ്പാനൂർ മഴ പെയ്തു, വെള്ളം പൊങ്ങി. അത് 40ാമത്തെ ദിവസം വെള്ളം പൊങ്ങി. BJPയുടെ 40ാമത്തെ ദിവസം ഭരിച്ചു തുടങ്ങിയിട്ട് 40ാമത്തെ ദിവസം ചരിത്രത്തിൽ തന്നെ 45 വർഷം ഭരിച്ചപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. 40ാമത്തെ ദിവസം വെള്ളം പൊങ്ങി. രണ്ടാമതൊരു പറയുന്നത് ചവർ അവിടെ കൂടുന്നു, ചവർ ഇവിടെ കൂടുന്നു. ഇവരാണ് ചവർ അവിടെ ഇവിടെയൊക്കെ അന്നും കൂടുമായിരുന്നു. ആ കൂടുന്ന ചവറിന് ഇതിനെല്ലാം സമയമുണ്ട്. മേയറിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ചവറൊക്കെ ഡിസ്പോസ് ചെയ്യേണ്ടത്, ഡീകമ്പോസ് ചെയ്യേണ്ടത്, ഇതിനൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ കിടക്കുന്ന ചവർ എടുത്തുകൊണ്ട് നേരെ അവിടെ തള്ളി, അവിടെ കിടക്കുന്ന ചവർ എടുത്തുകൊണ്ട് ഇവിടെ തള്ളി, ഇവിടെ അവിടെയും ചവറും എന്നുള്ള രീതിയിൽ മാറ്റാൻ പറ്റും. ഇതിന് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ കൃത്യമായി മേയർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ, അതായത് ഇനി BJPയുടെ കോർപ്പറേഷൻ്റെ ഭരണം താഴെ പോയില്ലെങ്കിൽ ഊരാക്കുടുക്കിലാകാൻ പോകുന്ന ശിവൻകുട്ടിയും കടകംപള്ളിയാണ്. കാരണം അത്രയ്ക്ക് അഴിമതികളാണ് ആര്യ രാജേന്ദ്രൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിനകത്തെന്നുള്ളതാണ്. എന്തായിരുന്നാലും നമുക്കറിയാം ഈ വിവാദങ്ങളിൽ ചെറിയ വിവാദങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ താൽക്കാലിക നിയമന വിവാദമുണ്ട്. 2022 പാർട്ടി പ്രവർത്തകരുടെ പട്ടിക ആവശ്യപ്പെട്ട് മേയർ അയച്ചതായി പറയപ്പെടുന്ന കത്ത് വലിയ വിവാദമായിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹർജികൾ വന്നിരുന്നു. അതിപ്പോഴും ഉണ്ട്. കോർപ്പറേഷനിലെ സാമ്പത്തിക ക്രമക്കേടുകൾ പുതിയ മേയറിന് ലഭിച്ച ആദ്യ ഔദ്യോഗിക പരാതിയിൽ മുൻ ഭരണകാലത്ത് വിവിധ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് SST ഫണ്ട് ദുരുപയോഗം,
SSTയുടെ ഫണ്ട് ദുരുപയോഗമുണ്ട്, കെട്ടിട നികുതി വരുമാനത്തിലെ ക്രമക്കേടുകളുണ്ട്, വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി ഇൻഷുറൻസ് ചെലവുകളിലെ ക്രമക്കേടുകളുണ്ട്, മറ്റ് ഭരണപരമായിട്ടുള്ള അനിയമിതത്വങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ, മുൻ ഭരണകാലത്ത് നടന്ന ചില പദ്ധതികളിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ നിരവധി വീഴ്ചകളും ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ ഈ റിക്ഷ പോരാത്തതിന് ഉപയോഗശൂന്യമായി പോയി. പോരാത്തതിന് വാഹന വാടക, സ്മാർട്ട് സിറ്റി പദ്ധതികളിലെ ചില ചിലവ്, ലാപ്ടോപ്പ് പദ്ധതി, നായവന്ധ്യകരണ പദ്ധതി, ഇതൊക്കെ ആര്യ രാജേന്ദ്രൻ കൊണ്ടുവന്ന സാധനമാണ്. നായവന്ധ്യകരണ പദ്ധതി. നായ കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. അപ്പോൾ വന്ധ്യകരിച്ചിട്ടില്ല. ആ വന്ധ്യകരിക്കാനുള്ള പൈസ ആരുടെ വയറ്റിൽ പോയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീ സ്വയം തൊഴിൽ സബ്സിഡി തട്ടിപ്പ്, CAG റിപ്പോർട്ടിൽ വ്യാജ ഗുണഭോക്താക്കളെ സൃഷ്ടിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായിട്ട് അന്ന് കണ്ടെത്തിയിരുന്നു. അത് റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിലോട്ടാണ് ആ സമയത്ത് വിരൽ ചൂണ്ടിയത്. മേയർ വ്യക്തിപരമായി പണം തട്ടിയെന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലില്ല, പക്ഷേ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പണം തട്ടിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മുൻ മേയർക്കെതിരെ വേണമെങ്കിൽ ഒരു വിചാരണയൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. BJP നട്ടലുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വിറയ്ക്കും. നമ്മുടെ ശിവൻകുട്ടി അണ്ണനും കടസുമൊക്കെ ഒന്ന് വിറയ്ക്കും. ആ വിറച്ചുകൊണ്ടിരിക്കുന്ന അവന്മാർ ഒന്നുകൂടെ പിടിമുറുക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെടുക്കും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ BJPക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ഈ LDF എന്ന് പറഞ്ഞ മുന്നണി തന്നെ അവിടെ നിന്ന് പെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. ഇങ്ങനെ കോർപ്പറേഷൻ ഭരിച്ച് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എഴുതിത്തരാം, ഇനി ഈ കോർപ്പറേഷൻ ഭരണം താഴെ പോയി പുതിയൊരു ഭരണം ഇവിടെ വരികയാണെങ്കിൽ അതും BJPയുടെ ഭരണം തന്നെയായിരിക്കും. അന്ന് ഇപ്പം 50 പേരല്ലേ ഉള്ളൂ, അന്ന് 50 പേരായിരിക്കില്ല. അന്ന് ചിലപ്പോൾ 3/2 ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ചിലപ്പോൾ വരാനായിട്ട് പോകുന്നത്. അതൊന്നും മനസ്സിൽ വെച്ചിരുന്നാൽ നല്ലത്. ഇപ്പം നിങ്ങൾ 10-20 പേരെങ്കിലും അവിടെ ഉണ്ടല്ലോ, ഇനി ചിലപ്പോൾ അതുപോലും കാണാത്തൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് വരും. അപ്പോൾ ശരി.